പാണ്ഡികശാലയിലാണ് ഈ നിതാക്കർ. സൗദിയിൽ ലക്ഷക്കണക്കിന് വരുന്ന മലയാളികളെ നാട്ടിലേക്ക് പറഞ്ഞയക്കുന്ന നിതാക്കത്തിന് വേങ്ങരയിൽ എന്ത് കാര്യം എന്നറിയാൻ ഈ റിപ്പോർട്ട് കാണുന്നു. 2012 മെയ് 17 വേങ്ങര പാണ്ഡികശാലയിലെ റോഡരികിൽ ഒരു കോഴിക്കട ഉയർന്നു. കടയുടെ ബോർഡ് കണ്ടപ്പോൾ നാട്ടുകാർക്ക് കൺഫ്യൂഷൻ. ഇതെന്തു പേര്? കടയുടമ മുഷ്താഖിന്റെ ഭാര്യയുടെയോ മക്കളുടെയോ പേരല്ല. ഒടുവിൽ മുഷ്താഖ് പേരിന് പിന്നിലെ രഹസ്യം വെളിപ്പെടുത്തി. ആ വാശി എന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര വാശിയായി. സൗദിനോട് ഭയങ്കര വെറുപ്പ് കൂടി. ആ വാശിക്ക് ഞാൻ ഇവിടെ വേണ്ടി ഒരു സഹത്തിന്റെ പേരും പറഞ്ഞിട്ട് അവിടെ കടയിട്ടു. സൗദിയിലെ തുറൈഫിൽ ഡ്രൈവറായിരുന്നു മുഷ്താഖ്. 3 വർഷം അവിടെ ജോലി ചെയ്തു. പെട്ടെന്നൊരു ദിവസം രാത്രി മുഷ്താഖിന് നാട്ടിലേക്കുള്ള ടിക്കറ്റുമായി അറബി എത്തി. ഇനി മടങ്ങി വരേണ്ടതില്ലെന്ന നിർദ്ദേശവും. നിതാഖാത്തെന്ന് പറയുമ്പോൾ എനിക്ക് സംഗതി എന്താണെന്ന് അറിയില്ല. സ്വർണം എന്ന് പറഞ്ഞാൽ നിതാഖാത്താണ്, ചോപ്പാണ്. കാറ്റ് ചോപ്പാണെന്നൊക്കെ പറഞ്ഞപ്പോ ഏകദേശം മുഷ്താഖിന്റെ 2 സഹോദരങ്ങളും ഇപ്പോൾ സൗദിയിലുണ്ട്. നിതാഖത്ത് നിയമം മൂലം നാട്ടിലേക്ക് മടങ്ങാനുള്ള തയ്യാറെടുപ്പിലാണ് അവരും. നിതാഖത്തിന്റെ പേരിൽ വീണ്ടും ചില കടകൾ തുടങ്ങാനിടയുണ്ട്. കോഴിക്കട മാത്രം പോരല്ലോ, പല കടകളും വേണ്ടിടുക. മുഹമ്മദ് നൗഫൽ, മാതൃഭൂമി ന്യൂസ്, മലപ്പുറം.